ജയിൽ ചാട്ടത്തിന്റെ അതിനിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുലർച്ചെ 1:14 കൂടിയായിരുന്നു ജയിൽ ചാടിയത്. ആ സമയത്ത് ഈ സെല്ലിന്റെ അഴികൾ അറുത്ത് ഗോവിന്ദസ്വാമി പുറത്തേക്ക് ഊർന്നിറങ്ങുന്നതിന്റെ ഏറ്റവും സുപ്രധാനമായ CCTV ദൃശ്യങ്ങൾ ഇത് ജയിലിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. പലതവണ അതിനുള്ളിലേക്ക് കയറുകയും തിരികെ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നേരത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള ആസൂത്രണം നടത്തിയിരുന്നു. അതിനുള്ളിൽ തുണിക്കെട്ടുണ്ടായിരുന്നു, ഒരു ഭാണ്ഡക്കെട്ടുണ്ടായിരുന്നു. ഇതുമായാണ് പോകുന്നത്. ജയിൽ വളപ്പിൽ സർക്കുലർ റോഡുണ്ട്. ആ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വരികയാണ്. അതായത് മറ്റാരും തന്നെ ഈ ജയിൽ ചാട്ട സമയത്ത് ഗോവിന്ദസ്വാമിക്കൊപ്പമില്ല. പക്ഷേ സഹതടവുകാരൻ്റെ ഒരു സഹായം നേരത്തെ മുതൽ ലഭിച്ചിരുന്നു. അയാളുടെ പ്രേരണ ഉണ്ടായിരുന്നു എന്നാണ് മൊഴി നൽകിയത്. അത് റിമാൻഡ് റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു. നമുക്കിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ദൃശ്യങ്ങളാണ് ലഭിക്കുന്നത്. ജയിലിൽ എത്രമാത്രം സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ബോധ്യപ്പെടുകയാണ്. കാരണം ഈ അഴി കാലങ്ങളായി ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കുകയായിരുന്നു. താഴത്തെ അഴികളാണ് മുറിച്ചത്. അവിടെ പൂച്ച കയറാതിരിക്കാൻ നൂല് കൊണ്ട് കെട്ടുന്നു എന്ന് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ഗോവിന്ദസ്വാമി പറഞ്ഞിരുന്നു. അത് മുഖവിലക്കെടുത്തു ഈ ഉദ്യോഗസ്ഥർ എന്നതാണ്. അതായത് ഒരു കൊടും കുറ്റവാളി പറഞ്ഞത് മുഖവിലക്കെടുത്തു. അതെന്നാൽ വിശ്വാസയോഗ്യമാണോ എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം ഈ ജയിലിൽ എത്ര കണ്ട് ആളുകൾ വരുന്നതാണ്, എത്ര കണ്ട് കുറ്റവാളികൾ വരുന്നതാണ്, ഏതെല്ലാം ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകൾ വരുന്നതാണ്. പ്രത്യേകിച്ച് ഈ 10-ാം നമ്പർ ബ്ലോക്ക്, നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് അവിടുത്തെ ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന 10-ാം നമ്പർ ബ്ലോക്കാണ്. ചതുരാകൃതിയിലുള്ള ഒരു ബ്ലോക്കാണ്. അവിടുത്തെ വാച്ച് ടവറിൽ നിന്ന് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പരമാവധി 2 തടവുകാരായിരിക്കും ഒരു സെല്ലിലുള്ളത്. ഈ ചതുരാകൃതിയിലെ ബ്ലോക്കിനുള്ളിൽ ഏതാണ്ട് 64 സെല്ലുകളാണുള്ളത്. അതിൽ ഒരു സെല്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആ സെല്ലിനുള്ളിലാണ് ഗോവിന്ദസ്വാമി ഉണ്ടായിരുന്നത്. ഇയാൾക്കൊപ്പം മറ്റൊരു സഹതടവുകാരനുണ്ടായിരുന്നു. ഇരുവർക്കും അറിയാമായിരുന്നു. മാത്രമല്ല അവിടെ പട്രോളിംഗ് നടന്നിട്ടില്ല. CCTV നിരീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ സംഭവ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. മറ്റൊരു തടവുകാരൻ്റെ ചികിത്സയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഈ CCTV നിരീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് പോയി എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ? നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത തരത്തിൽ അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കിയതാണോ? ഈ തരത്തിലുള്ള സംശയങ്ങളും ചർച്ചകളും എല്ലാം ഉയർന്നു വരികയാണ്. ഏതായിരുന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തുകൊണ്ട് ഈ CCTV നിരീക്ഷണത്തിന് അവിടെ ആളില്ലാതെ പോയി? ജയിലിൻ്റെ അഴി അത് താഴെ വെച്ച് അറുത്തു മാറ്റുമ്പോൾ, അവിടെ നൂല് കൊണ്ട് കെട്ടുമ്പോൾ, അവിടെ പല വസ്തുക്കൾ കൊണ്ട് അത് അടച്ചു വയ്ക്കുമ്പോൾ എന്തുകൊണ്ട് അത് ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുത്തു? കൃത്യമായ പരിശോധന നടക്കാതെ പോയി തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. മാത്രമല്ല 3 പ്രാവശ്യം രാത്രിയിൽ പട്രോളിംഗ് നടക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെ ഒരു പട്രോളിംഗ് അന്ന് ഉണ്ടായില്ല എന്ന കാര്യം കൂടി വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ജയിൽ ചട്ടമനുസരിച്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഈ സൺറൈസിന് ഈ സെല്ല് തുറക്കുമ്പോൾ അതിൻ്റെ ബലം പരിശോധിക്കേണ്ടതുണ്ട്, അഴിയുടെ ബലം പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സൺസെറ്റിൻ്റെ സമയമെന്ന് പറയുന്നത്. വൈകുന്നേരം തടവ് പുള്ളികളെ അകത്താക്കി സെല്ല് അടയ്ക്കുമ്പോഴും ഓരോ സെല്ലിൻ്റെയും, പ്രത്യേകിച്ച് ഇത്തരത്തിൽ കൊടും ക്രിമിനലുകൾ കഴിയുന്ന സെല്ലിൻ്റെ ശക്തി അത് ഓരോ ദിവസവും പരിശോധിക്കണമെന്നത് ജയിൽ ചട്ടത്തിൻ്റെ ഭാഗമായുള്ളതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ നൂല് കൊണ്ട് കെട്ടിവെച്ച അഴി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല? അവിടെയാണ് ചില സംശയങ്ങൾ ഉയരുന്നത്. നേരത്തെ തന്നെ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി സുപ്രീം കോടതിയിലൊക്കെ ഹാജരായ അഭിഭാഷകന് വലിയ തുകകൾ അവിടെ സിറ്റിങ്ങിന് വേണ്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആരാണ് ഈ തുക നൽകുന്നത്? ഇതിന് പിന്നിൽ ആരായിരുന്നു? നേരത്തെ മരണപ്പെട്ട ആളൂർ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ ഉന്നതരായ വക്കീലന്മാർ ഈ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെയാണ് ഈ സാമ്പത്തിക ശേഷിയെക്കുറിച്ചുള്ള, ആ സ്രോതസ്സിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉയരുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത് ഇവിടെ ഈ 8 മീറ്ററോളം, ഏതാണ്ട് 7.5 മീറ്ററിലധികം ഉയരമുള്ള ഒരു മതിൽക്കെട്ട് അദ്ദേഹം ജയിൽ DGP ആയിരിക്കുമ്പോൾ അവിടെ ഒരു കിടങ്ങ് സ്ഥാപിച്ചിരുന്നു. ഏതാണ്ട് 6 അടിയിൽ കൂടുതൽ താഴവും 8 അടിയിൽ കൂടുതൽ വീതിയുമുള്ള ഒരു കിടങ്ങ് സ്ഥാപിച്ചിരുന്നു. അതിന് ശേഷം ആ മതിലിനോട് ചേർന്ന് ഏറ്റവും താഴ്ഭാഗത്ത് കള്ളിമുൾ ചെടികളും കുപ്പിച്ചില്ലും വിതറിയിട്ടുണ്ട്. ഇതെല്ലാം തരണം ചെയ്ത് എങ്ങനെയാണ് ഒറ്റ കൈ മാത്രമുള്ള ഒരാളിന് ആ മതിലിന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞതും അവിടെ നിന്ന് ചാടാൻ കഴിഞ്ഞതും എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ സംശയമായി നിലനിൽക്കുന്നുണ്ട്. കൂട്ടിക്കെട്ടിയ തുണികളുടെ നിറം അത് പലപ്പോഴായി ജയിലിന് പുറത്തുപോയി തിരികെ വരുന്ന ആളുകൾ അവർ ഉപയോഗിച്ചിരുന്ന സ്വകാര്യ വസ്തുക്കളാണ്. അവർ ജയിൽ മോചിതരായി പോകുമ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോകുന്ന വസ്തുക്കളാണ്. അത് കൈക്കലാക്കാൻ ഗോവിന്ദസ്വാമിക്ക് കഴിഞ്ഞു. അതിനുശേഷം അതെല്ലാം തന്നെ ദീർഘകാലം ഏതാണ്ട് 3 മാസത്തോളം നീണ്ട ഒരു ആസൂത്രണം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്
രഹസ്യമായി സൂക്ഷിക്കാനും അത് കൂട്ടിക്കെട്ടി ജയിലിന് പുറത്തേക്ക് ഇറങ്ങാനും ഒറ്റ കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമിക്ക് കഴിഞ്ഞു. ആഹാരം ക്രമപ്പെടുത്താൻ കഴിഞ്ഞു, ചപ്പാത്തിയിലേക്ക് ഭക്ഷണക്രമം മാറ്റാൻ കഴിഞ്ഞു, താടി നീട്ടി വളർത്താൻ കഴിഞ്ഞു. നമ്മൾ അതും പരിശോധിക്കുമ്പോൾ ജയിൽ ചട്ടമനുസരിച്ച് ഈ മതാചാരങ്ങൾ പിന്തുടരുന്ന ആളുകൾക്ക് 2 സെൻറ്റിമീറ്റർ വരെ താടി വളർത്താൻ അനുവാദമുണ്ട്. പക്ഷേ മെഡിക്കൽ ഗ്രൗണ്ട് അനുകൂലമാക്കി ഗോവിന്ദച്ചാമി ഇങ്ങനെ താടി വളർത്തിയെന്നതാണ് അതിനർത്ഥം. ജയിൽ ചാടിക്കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങൾ കൂടി ഗോവിന്ദച്ചാമി പ്ലാൻ ചെയ്തിരുന്നു. ഇങ്ങനെ താടി വളർത്തിയാൽ ഒരു കാരണവശാലും തന്നെ പിടികൂടില്ല, ശരീരം ഉണങ്ങുന്നതോടുകൂടി മെലിയുന്നതോടുകൂടി തൻ്റെ രൂപത്തിൽ വലിയ വ്യത്യാസമുണ്ടാകും, അങ്ങനെയെങ്കിൽ തന്നെ ആരും പിടിക്കില്ല എന്ന് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ജയിൽ ചാട്ടം നടത്തുന്നത്. അത് പെട്ടെന്നൊരു പ്രകോപനത്തിലോ കിട്ടുന്നൊരു അവസരത്തിലോ നടത്തിയ ജയിൽ ചാട്ടമല്ല. 10ാം ബ്ലോക്കിൽ നിന്നാണ് ഈ കൊടും കുറ്റവാളി ജയിൽ ചാടി പോകുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ അഴിയുടെ താഴെ ഇഴഞ്ഞു നീങ്ങി ഗോവിന്ദച്ചാമി എത്തുന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം അവിടുത്തെ സർക്കുലർ റോഡിലൂടെ ഗോവിന്ദച്ചാമി പോകുന്ന ദൃശ്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ CCTV പരിശോധിക്കാൻ, നിരീക്ഷിക്കാൻ അവിടെ ഉദ്യോഗസ്ഥരുണ്ടായില്ല. രാത്രികാല പെട്രോളിംഗ് അവിടെ നടന്നില്ല. ഇതെല്ലാം തന്നെ ഗുരുതരമായ വീഴ്ചയായി കാണേണ്ടി